ഇന്ന് 15-ാം തീയതി സമയം 3:30. ഞാൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾക്കൊരു 3 ദിവസം ആനുവൽ ലീവ് തെരേസയുടെ കല്യാണം എനിക്ക് ബാക്കിയുണ്ടായിരുന്നു. നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്, പക്ഷെ ആയിട്ട് രക്ഷയില്ല. അപ്പൊ അങ്ങനെ അവസാനം ഞങ്ങള് എവിടെ നമ്മൾ വെക്കേഷൻ പോണേ? ഫുക്കറ്റ്. ഓ തിരക്കാം. അപ്പൊ ഞങ്ങള് ഫുക്കറ്റിന് പോവുകയാണ്. ഇന്ന് ഈവനിങ് 8:25 ഫ്ലൈറ്റ്. അത് ഫുള്ളാണ്, കിട്ടാൻ ചാൻസ് ഇല്ല. മോസ്റ്റ് പ്രോബ്ലി ഓഫ്ലോഡ് ആവും. ഞങ്ങളിത് മൂന്ന് പെട്ടി ബാഗ്. ഇത് ഫുള്ള് എൻ്റെ ഡ്രസ്സ്. 5 ദിവസത്തെ 4 ദിവസത്തെ ട്രിപ്പിന് 8 ദിവസത്തെ 8 ദിവസമല്ല 8 ജോഡി സംതിങ് ഡ്രസ്സ്. പിന്നെ ബ്ലാങ്കറ്റ്, കൊച്ചിൻ്റെ ഡ്രസ്സ്. ഇത് എൻ്റെ അച്ചാർ ഇവിടെ നാരങ്ങ അച്ചാർ. എനിക്ക് നാടൻ ടേസ്റ്റ് കിട്ടണം അവിടെ പോയാലും. ഞാൻ എൻ്റെ സ്വന്തം കൈകളുണ്ടാക്കിയ നാരങ്ങ അച്ചാർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. പിന്നെ ഇതെൻ്റെ സാധനങ്ങള്. പിന്നെ ഇത് ഏസലിന്റെ ഫീഡിംഗ് ബോക്സ് ക്ലീൻ ചെയ്യാനുള്ള ബ്രഷ്, ഏസലിന്റെ ക്രീം, പിന്നെ ടോയ്ലറ്ററീസ്, പിന്നെ ഇത് അമ്മയുടെ കോസ്മെറ്റിക് കിറ്റ്, പെർഫ്യൂം, ലിപ്സ്റ്റിക്ക്, സൺസ്ക്രീൻ. എന്നാ പിന്നെ പെർഫ്യൂം അടിക്കാം നമുക്ക്. പിന്നെ അത് പിന്നെ അടിക്കാം. പെർഫ്യൂം അടിക്കണോ? പെർഫ്യൂം പിന്നെ അടിക്കാം. പിന്നെ ഏസലിന്റെ ഷൂ നമുക്ക് പോകുമ്പോൾ റെഡി ആവുമ്പോ ഡ്രസ് ഇടുമ്പോ ഇത് വീടോടെ കൊച്ചിലെ ഡ്രസ്. പിന്നെ ഈ ഒരു പെട്ടി, ഇത് ഞങ്ങളുടെ അല്ല, കൈ വെക്ക. പിന്നെ ഈ പെട്ടി, ഇത് എന്റെ കൂടെ ജെറ്റർവേസിലുണ്ടായിരുന്ന, ബാംഗ്ലൂരുണ്ടായിരുന്ന ചേച്ചിയും ഹസ്ബൻഡും കൊച്ചും ഫുക്കറ്റില് സെറ്റിൽഡ് ആണ്. അമ്മയുടെ അച്ചാർ എടുത്തോണ്ട് അച്ചാറ്. ആ വലിയ കുപ്പി എന്തിനാ ജീനാമ എടുത്ത? നാരങ്ങ അച്ചാറ് സ്പൈസി. അതെടുത്തോണ്ട് വാ. അത് 2-4 കവറിനൊക്കെ ആക്കിയിട്ട്. എനിക്ക് അവിടെ പോയിട്ട് പല്ലീനെ പാറ്റേനൊന്നും തിന്നാൻ പറ്റില്ല. ഇച്ചിരി ചോറ് ഏതെങ്കിലും പൈസ കിട്ടണേ അച്ചാറും കൂട്ടി ചോറുണ്ട്. ഞാൻ ഹാപ്പിയാണ്. ആ ചമ്മന്തി പൊടിയും കൂടെ എടുത്താലും പപ്പടം കാച്ചി പൊരിച്ചു കൊണ്ടുപോയാല്. ദീനാമ നമുക്ക് പപ്പടം ഉണ്ടോ? പപ്പടം പപ്പടം പപ്പട് പപ്പട്. നീ മറിക്കേ. ഇത് ആർക്കുള്ളതായ കൈസു? ഫുക്കറ്റിലുള്ള ആശിച്ചിയുടെ ബേബിക്ക്. അവിടെ കിട്ടില്ലാത്ത സാധനങ്ങളും അവിടെ വില കൂടുതലുള്ള സാധനങ്ങളും, ഇന്ത്യൻ പ്രൊഡക്ട്സ് കുറവാന്ന് പറഞ്ഞാൽ അപ്പൊ അങ്ങനെ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് വരാമെന്ന് ചോദിച്ചാൽ അങ്ങനെ ചേച്ചിക്കുള്ള സാധനങ്ങളാണിത്. തിരിച്ചു വരുമ്പോ ഞങ്ങളിത് അവിടുന്ന് എന്തെങ്കിലും സാധനങ്ങൾ മേടിച്ച് ചെയ്തുകൊണ്ട് വരും. പിന്നെ ജീനമ്മ പാക്കറ്റോടെ എടുത്തിട്ടുണ്ട്. ജീനമ്മ പാക്കറ്റോടെ വേണ്ട. ഇറ്റ്സ് ഓക്കെ. വേണ്ട. ഇത് എടി ഇത് ഇങ്ങനെയല്ല. എനിക്ക് വേണം. അമ്മ അച്ചാർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം. അപ്പയാണെങ്കിൽ പിന്നെ ഇവക്ക് സ്റ്റൊമക്ക് അപ്സെറ്റ് എങ്ങനെ ആയാലോന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവളുടെ സ്റ്റൊമക്കിനുള്ള മരുന്ന് മേടിച്ചിട്ടുണ്ട്. ഇത് ക്യാമറയുടെ ബാഗ്. ഇത് കൊച്ചിന്റെ. ഇതെന്നാ ഇസു? ഇതെങ്ങനെയാന്ന് കാണിച്ചു കൊടുത്തേ. ഇതെന്താന്ന് കാണിച്ചു കൊടുത്തേ. ടോയ്ലറ്റ് സീറ്റ്. ഇത് കാണിച്ചു കൊടുത്തു. ഓക്കെ, തിരിഞ്ഞ് നിന്ന് ഷോ ചെയ്യേ. ഓപ്പൺ ചെയ്യേ. ഇതെങ്ങനെ വെക്കണേ? കൊച്ചിന്റെ ടോയ്ലറ്റ് സീറ്റ് ഭയങ്കര ഹാൻഡി ആയിട്ടുള്ളൊരു സംഭവം. പിടി അത് പാക്കറ്റിലാക്ക്. ഇത് അവളെ കാണാണ്ട് വെച്ച സാധനം. പക്ഷെ അവള് പിന്നെ കുറച്ച് എംറ്റി കവേഴ്സ്, പിന്നെ യൂണിവേഴ്സൽ ചാർജർ, പിന്നെ എന്റെ ഓറഞ്ച് സ്ലിം ബാഗ്. ഇതിനകത്ത് പാസ്പോർട്ട് ഓൺ അറൈവൽ ആയതുകൊണ്ട് വിസയൊന്നും വേണ്ട. പിന്നെ ഇതെന്റെ വാലറ്റ്, പൈസ ഇല്ലാത്ത എന്റെ അക്കൗണ്ട്,
പിന്നെ പൈസ ഉള്ളത് അപ്പൊ അത്രേ ഉള്ളൂ. ഞാൻ കൊച്ചിനെ കൊണ്ട് പോകുമ്പം എപ്പോഴും ഒറ്റ ഒരു ബാഗേ കൊണ്ടുപോകാറുള്ളൂ. അല്ല ഭയങ്കര പാടാ. അടുത്തുള്ള വല്ല ഗേറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ, അതല്ലാന്നുണ്ട് ഇൻവേഷൻ കഴിയുമ്പോൾ ഇനി ഓടേണ്ട. അപ്പൊ വെയിറ്റ് കുറവാണ്. പിന്നെ ചൂടുവെള്ളം അത് ഫ്ലൈറ്റ് കിട്ടും, ബ്ലാങ്കറ്റും ഫ്ലൈറ്റ് കിട്ടും. പിന്നെ ആൾക്കുലത്തെ സാധനങ്ങൾ അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതാകുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് പോവാം. ഇവിടെ മാത്രം വെച്ചാൽ മതിയല്ലോ. സ്ലിംഗ് ബാഗ് ഇടണമെങ്കിൽ ഞാൻ ഇങ്ങനെ ഇടും, അല്ലെങ്കിൽ ഇങ്ങനെ ഇടും. കണ്ടോ, വെയിറ്റില്ല, ഒട്ടും വെയിറ്റില്ല. അപ്പം ഇവിടെ സുഖമായിട്ട് നമുക്ക് മേയ്ക്കാൻ പറ്റും. അപ്പം അത്രേ ഉള്ളൂ പാക്കിങ്. എന്താ പറഞ്ഞ ഞങ്ങള് ബാഗൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ ഓൺലോഡായി. ഗൈസ് ഓൺലോഡായി. ഞാൻ ആദ്യം പോയി ട്രാഫിക് ഫൈൻ എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കട്ടെ. എടാ നിന്റെ പനി പോയാ? പിന്നെ എടാ മൈനസ് ഫ്ലൈറ്റ് ആയിരുന്നടാ. പക്ഷെ അതെങ്ങനെ ഓട്ടോ പോസ് സ്പൈഡർമാൻ ആണോ ഐസൻ? സൂപ്പർമാൻ എങ്ങനെയാ? സൂപ്പർമാൻ സൂപ്പർമാൻ പാസ്പോർട്ട് കിട്ടി കഴിഞ്ഞു, വിച്ച് മീൻസ് എനിക്ക് ട്രാഫിക് ഫൈൻ ഒന്നുമില്ല. Hazel, this way, this way, this way, this way. കൊച്ചിനെ ഇവിടെ കൊച്ചിനെ കളിപ്പിക്കണ പിള്ളേർക്കുടെ ഒരു പ്ലേ ഏരിയ ഉണ്ട്. ഞാൻ എപ്പോഴും അവിടെ അവളെ കയറ്റണം. മിഡ് ഡൗൺ വാ. അപ്പൊ നമുക്കിന്ന് കൊച്ചിനെ അവിടെ ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്ത് ക്രിസ്മസ് ട്രീ കണ്ടോടെ. ഇവിടെ ഷണലിന് മാത്രമേ ഇതാണ് my workplace. ഈ ചെഡ്ഡി ബെയറിന് ഇങ്ങനെ ഇരിക്കണമെങ്കിലും ഭയങ്കര മില്യൺസ് ഡോളേഴ്സ് ഉള്ള ഒരു സാധനമാണ്. വെങ്കലത്തിൻ്റെ ഏറ്റവും സൗദിയിലെ ആരോ രാജ്ഞിയോ ആരോ കൊണ്ട് വിറ്റ് കൊടുത്തതാണ്. ഇതെന്തത്
ഫ്രീ. അവിടെ ലിക്കർ കിട്ടുന്ന കട, ഇവിടെ കിട്ടുന്ന കട. ഇത് LV ഷോപ്പ്. ഞങ്ങൾക്ക് പോലും പ്രവേശനമില്ല. പ്രൈസ് നോക്കാൻ പോലും കയറാനുള്ള അധികാരം ഞങ്ങൾക്കില്ല. ഇവിടെ ഫുള്ള് ഫാക്ടറികൾ കയറി നിറയ്ക്കുന്നു. ഇതൊക്കെ ഭയങ്കര ലക്ഷറി ബ്രാൻഡ്. പിന്നെ US ഫ്ലൈറ്റ്സ് എല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് ഇവിടെ. C1 മുതൽ US പോകുന്ന എല്ലാ ഫ്ലൈറ്റും ഇവിടെ ഓപ്പറേറ്റ് ചെയ്യും. പിന്നെ ആരെങ്കിലുമൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്ത് പിന്നെ C30, C24, C40 അങ്ങനെയൊക്കെ ഗേറ്റ് നമ്പർ ഉള്ളവർ ഇതിൻ്റെ പുറകിൽ ഒരു ട്രെയിനുണ്ട്. അതെടുത്ത് കയറി അവരവരുടെ ഗേറ്റൊക്കെ കണ്ടുപിടിച്ചത്. ഏസുത് അതാ അമ്മി പറഞ്ഞ സ്ഥലം നോക്ക് സ്ലൈഡ്. കൊച്ചിനെ എപ്പോഴും ഇവിടെ കയറ്റണം എന്ന് പറഞ്ഞത്. ഏസൽ ഇവിടെ വാ. അല്ലടാ ഏസൽ നോക്കി അവിടെ നോക്കി. ഡ്യൂട്ടി ഫ്രീ. Isil, this way. ഇവിടെ വാ. This way. അവിടെ ഫുൾ ഇവിടെ വാ. ഓടിപ്പോര വല്ലനെ. മതി ലാസ്റ്റ് മതി വെക്കാം. അങ്ങനെ ഞങ്ങൾ സക്സസ്ഫുള്ളി ബോർഡിംഗ് ഗേറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ബാഗൊക്കെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഞാൻ ബാഗ് കുറയ്ക്കാൻ നോക്കുമ്പോൾ അവൾ എടുക്കാൻ നോക്കുന്നു. ഞാനിവളെ കുറേ ആ സ്ലൈഡിലൊക്കെ കയറി കളിപ്പിച്ച് മടിപ്പിച്ച് കുറച്ച് ഓടിപ്പിച്ച് ടയേർഡാക്കിപ്പിച്ചു. സൈക്കോളജിക്കൽ മൂവ്മെൻറ്റ്. പിടിച്ചോ ആ പിടിച്ചോ ബാഗ്. ഓ അവളുടെ വൈക്കോൽ തുറു. അങ്ങനെ നമ്മൾ ആൽഫ 9 പോകുന്നു. കഴിച്ചിട്ട് ഫ്ലൈറ്റ് കയറി ബോർഡിൽ ഇറങ്ങിക്കോണം. ആ അയ്യോ സാരല്ല. അതെ അപ്പോൾ വന്നു ചിപ്സ് പോയി. അപ്പം സാരല്ല. അപ്പയുടെ അടുത്ത് പോയിരുന്നു കഴിച്ചോ. അപ്പയ്ക്ക് കൊടുക്കട്ടോ. അപ്പയ്ക്ക് ഷെയർ ചെയ്യേ. അവിടെ എല്ലാവരും ഫ്ലൈറ്റ് ഇതാ ബോർഡിംഗ് ഗേറ്റ്. അത് നീ കെയറോയ്ക്ക് പോകണം. ഫാമിലി വിത്ത് കിഡ്സ് ആൻഡ് ഇൻഫൻസ് പ്രയോറിറ്റി ലൈൻ.
Thank you so much. Isn't this way? This way. ഭാഗ്യം ഇതിന്റെ ഹാൻഡിൽ ഇങ്ങനെ മാറ്റാം, നമുക്ക് സുഖമായിട്ട് കിടക്കാം. ഹെഡ്സെറ്റ്, ബ്ലാങ്കറ്റ്, പില്ലോ. ഇതെന്നാ പറഞ്ഞത്? ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത്രയും പ്രോഡക്ട്സ്. സീറ്റ് ബെൽറ്റ് ഇടട്ടാ. സീറ്റ് ബെൽറ്റ് ഇടപ്പോട്ട് സീറ്റ് ബെൽറ്റ് ഇട്ടുതരാൻ പറ. കേറിയിരുന്ന ഐസില് അതാ ചിപ്സ് താമി പിടിക്കാം. ഓക്കെ അമ്മ ഇരിക്കാം. കൊച്ചിന് ടി വി കാണാലോ. ഓ ആ അയ്യോ ഞാനും ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നാണ്. കൊച്ചു കണ്ടോ? നല്ല സൗണ്ട് ഉണ്ടോ? ആണോ? വാട്ടറില് വീണോ? അത് ഇഴഞ്ഞിഴഞ്ഞ് പോണേ. കൊച്ചു ടച്ചല്ലാന്ന് മനസ്സിലാക്കി, നീ ടച്ചാന്ന് മനസ്സിലാക്കിയില്ലല്ലോ. അത് റിമോട്ടാന്ന്. ആ ശരി, അവള് വന്നപ്പോ റിമോട്ട്. I help you. അവിടെ തന്നില്ല. അമ്മയുടെ കൂടെ അമ്മ ഹെൽപ്പ് ചെയ്യൂ. അവിടെ അല്ലടി, ഇവിടെ ഉറങ്ങണം. ഇവിടെ പൊന്നാ. I will help you. എനിക്കൊരു മതില് വന്ന പോലെ ഉണ്ട്. അമ്മ ഇടിപ്പിക്കാം. സുഖമായിട്ട് ചാരിക്കിടന്ന് ഉറങ്ങാലോ. നൈസാണോ? മറ്റേ സോക്സ് എന്തേ? കണ്ണോ? ഓഹോ, അതെന്ത്? ലൂസാടി എന്റെ തല. ഉറങ്ങിക്കോണം കേട്ടാ. ഓക്കെ, ഇങ്ങനെ കിടന്നോ. ബ്ലാങ്കറ്റ് ബ്ലാങ്കറ്റ് ഞാൻ പറഞ്ഞ ബ്ലാങ്കറ്റ് ഓൺ ബോർഡ് കിട്ടും. എന്നാ പന്നത്? ഓപ്പൺ ചെയ്ത് തരാം. ഓ, സ്പെഷ്യല് ഇത് ഏസലിന്റെ ഹാപ്പി ബർത്ത്ഡേ ഗിഫ്റ്റ്.
Bye. Saturday. Okay, thank you. Colors. എല്ലാം വേറെ എന്റെ ചക്കരക്ക് على المسافرين الجالسين في المقاعد عندما خارج الطوارئ. കാർട്ടൂണോ ബെല്ലാം ഓഫാവും ബെല്ലാം ഓഫാവും പിന്നെ പിന്നെ ഇവിടുത്തെ കറൻസി ചേഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ കാർഡ് അധികം എക്സ്ചേഞ്ചുകൾ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ലിക്വിഡ് ക്യാഷായിട്ട് വന്ന ഏത് കറൻസിയാണോ നമ്മുടെ കയ്യിൽ അതിൻ്റെ ലിക്വിഡ് ക്യാഷായിട്ട് വന്നു കഴിഞ്ഞാൽ അവരത് ചേഞ്ച് ചെയ്ത് തരും. ഇവിടെ വന്നിട്ട് ചേഞ്ച് ചെയ്യുന്നതാണ് ലാഭം എന്നാണ് ഇവിടെ വന്നിട്ടുള്ളവർ പറഞ്ഞത്. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ എന്താണെങ്കിലും ലിക്വിഡ് ക്യാഷ് ഇല്ല. അപ്പോൾ റിജോ അത് ATM കൗണ്ടർ തപ്പാൻ വേണ്ടി പോയേക്കുക. അപ്പോൾ അങ്ങനെ ബാഗേജൊക്കെ കളക്ട് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഓരോരുത്തരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ പേര് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെ. ഇവിടെ ഇറങ്ങി വരുമ്പോൾ തന്നെ ടാക്സി സർവീസ്, മിനി ബസ് അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മുന്നേ ഡ്രൈവർ നമ്മൾ പോയി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവള് ഞങ്ങളുടെ പേര് ഇവിടെ എഴുതി ഒട്ടിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ റെജിയോട് വിളിച്ച് ചോദിക്കാൻ പറഞ്ഞു എന്തുകൊണ്ട് ഞങ്ങളുടെ പേര് എഴുതി ഒട്ടിച്ചില്ല. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഡ്രൈവറെ വെയിറ്റ് ചെയ്തിട്ട് അവള് റിജോനെ വലിച്ചു പറിച്ചുകൊണ്ട് പോയി. അവൾക്ക് ഷോപ്പിങ്ങിന് പോകണമെന്ന്. ഇവിടെ ഭാഗ്യത്തിന് ടാക്സി കടകളും മറ്റേ മണി എക്സ്ചേഞ്ചുകളും മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അവളിപ്പോൾ ഞാൻ വന്നില്ല, അമ്മ ഇവിടെ നിന്നോളാം. അവളെ ടാക്സി കടയിലോട്ടൊന്നും കയറിയേക്കലുണ്ട്, അവൾ അത് മേടിപ്പിക്കും. അപ്പോൾ വണ്ടി എടുത്തേക്കോ അല്ലേ. അപ്പോൾ ദേ നമ്മുടെ വണ്ടി വന്നു. നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിൽ നിന്നുള്ള വണ്ടി വന്നു.
ഖത്തറിലായിരുന്നെങ്കിൽ ഇവിടെയൊക്കെ അങ്ങനെ കൈ പിടിച്ച് പുറകെ നടക്കേണ്ട കാര്യമില്ലായിരുന്നു, ആരും കൊണ്ടുപോവില്ല. ഇവിടെ പക്ഷെ ഇവിടെ നിന്നല്ല, GCC വിട്ട ഇപ്പം നമ്മളിവിടുന്ന് ടാക്സിയിൽ കയറി. ഇവിടുന്ന് ഹാഫ് ആൻ അവർ പ്ലസ് ചെയ്യും. അതെന്താ പറയുക, കോൾഡ് വരുമ്പം അത് സ്മെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. നമുക്ക് പോകുമ്പോൾ കുറേ മേടിച്ചുകൊണ്ട് വരാം കേട്ടോ. ഇവിടുന്ന് ഓൾമോസ്റ്റ് 30-35 മിനിറ്റ് ബൈ റോഡ് ഉണ്ടെന്ന് ആൾക്കാർ പറഞ്ഞു. അത് കുറേ നേരം നല്ല മൂടിക്കിടക്കുന്ന ക്ലൈമറ്റ്. ഖത്തറിൻ്റെ ക്ലൈമറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അവിടെ ഭയങ്കര തണുപ്പ്. ഇവിടെ നല്ല മഴ. ആശിച്ച് പറഞ്ഞായിരുന്നു ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്ന ക്ലൈമറ്റാണ്. നീ കുട എടുത്തോ യേസു? കുട എടുത്തായിരുന്നു. ഇവിടെ റെയിനാണ്. റെയിൻ ഗോയവേ. നമ്മുടെ നാട്ടിലെ പോലത്തെ വീടുകൾ എല്ലാം തെറ്റോ. ലാംഗ്വേജ് ആൾക്കാർ രാജ്യം മാറിയത് മാത്രം. ശരിയാട്ടോ, വീടുകളൊക്കെ അങ്ങനെ തന്നെ. റബ്ബർ തോട്ടം ഗൈസ്. ഞങ്ങളങ്ങനെ ഇവിടുത്തെ ടൈം എത്ര മണിയാണോ, എപ്പോൾ എന്താണേലും രാവിലെ എത്തി. കറക്റ്റ് ഓൺ ടൈമിന് ഫ്ലൈറ്റ് ലാൻഡായി. അവിടുന്ന് ഒരു 1/4 മണിക്കൂർ ഡ്രൈവ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഹോട്ടലിലെത്തിയപ്പോൾ അവർ 2 മണിക്കാണ് ചെക്കിൻ ആദ്യം പറഞ്ഞത്. ഞങ്ങൾക്ക് നേരത്തെ റൂം ചെക്ക് ഇൻ ചെയ്യാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു 2 പേർക്ക് തായ് മസാജ് ചെയ്യാൻ 999 തായ് ബട്ട്. അതായത് നമ്മുടെ നാട്ടിലെ മീൻസ് ഖത്തർ റിയാൽ 100 റിയാലും നാട്ടിലാണെങ്കിൽ 2000 റുപ്പീസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ റൂമും അപ്ഗ്രേഡ് ചെയ്തു. പ്ലസ് 2 പേർക്ക് തായ് മസാജ് 1 അവർ. ഞാൻ ഖത്തറിലൊരു തായ് മസാജ് ചെയ്തത് 1 അവറിന് തന്നെ 100 റിയാലായി. ഇതിപ്പോൾ ലാഭമായി. അതുകൊണ്ട് തായ് മസാജ് വിത്ത് റൂം അപ്ഗ്രേഡ് കൊടുക്കണോ? ഓക്കെ. അപ്പോൾ 1000 റിയാലല്ല, 1000 തായ് ബട്ട് ഇവിടെ ഡെപ്പോസിറ്റ് കൊടുക്കും. റൂമിൽ എന്തെങ്കിലും ഡാമേജസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ചാർജ് ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ റെസിപ്റ്റ് തിരിച്ചു പോകുമ്പം അവരത് തിരിച്ചു തരിക പൈസ. പക്ഷേ തിരിച്ചു പോകുമ്പോൾ ഈ പൈസ കിട്ടിയിട്ട് എന്ത് കാര്യം? ഇതും കൊണ്ട് ഖത്തറിൽ പോയിട്ട് ഞങ്ങൾ എന്ത് കാണിക്കാൻ? ഒരു കാർഡൊന്നും എടുക്കുകയില്ല. എന്താണേലും കുറച്ച് ഉറങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് 2 മണി വരെ എന്താണേലും വെയിറ്റ് ചെയ്യുന്നത് പോസിബിൾ അല്ല. ഞങ്ങളുടെ ഇവിടെ വാഷ്റൂം.
ഇത് മൈക്രോവേവ് ഞാൻ അപ്പോഴേ പറഞ്ഞത് ബീഫ് ഫ്രൈ മേടിക്കാം. ശരിക്കും അങ്ങനത്തെ ആരെങ്കിലും വരുമ്പോൾ അങ്ങനെ സാധനം മേടിച്ചാൽ ഫ്രിഡ്ജ് ഓപ്പണുള്ളതാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ മേടിച്ചാ നമ്മൾ മേടിച്ചല്ലേ. ഞാൻ കുറച്ചത് ഖത്തറിന്റെ സാധനം എങ്ങനെയാണ്. മാഡം ക്യാൻ യു പ്ലീസ് കീപ് ദ ഫോൺ ഡൗൺ. TV. ഫുൾ പാർട്ടി. താഴെ കള്ളുകൂടി പൂളിലിറങ്ങും, കള്ളുകൂടി പൂളിലിറങ്ങും. പൂളിൽ നിന്ന് നീന്തി നീന്തി വരുന്നു, പെഗടിക്കുന്നു, പിന്നെ നീന്തി നീന്തി പോകുന്നു. അവിടെ ഒന്നുമില്ല. എന്തിനാ ഇവിടെ ഇത് ഉണ്ടാക്കിയത്? വേറെ ഡ്രസ് വെക്കാനുള്ള എന്താന്ന് വിചാരിച്ച ഇതൊന്ന് ഫാമിലീസ് വരുമ്പോ ജോയിൻ ചെയ്യിക്കണം അങ്ങനത്തെ എന്തെങ്കിലും. ഞങ്ങളുടെ ഹോട്ടലിൻ്റെ എൻട്രൻസ്. ഇങ്ങനെ കുറേ വിജൃംഭിച്ച ബിൽഡിങ്സ്. എന്തോ കൗ എവിടെ? അവിടെ കൗനെ കാണിക്കാൻ കണ്ടോ കേട്ടോ. ഈ ഹോട്ടലിൻ്റെ അടുത്ത് കുറച്ച് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ റൂമിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പാവതൻ കഴിച്ച് സ്ലീപ്പ് ചെയ്ത് എന്നിട്ട് നമുക്ക് വന്ന് കുളിക്കാം. ഓക്കെ. ഇതിന് വിശന്നിട്ടാണെന്ന് തോന്നുന്നു. ഭയങ്കര കരച്ചിലായിരുന്നു. ടോയ്സ് വേണമെന്ന് പറഞ്ഞാണ് കരഞ്ഞത്. പക്ഷെ നിർത്തുന്നില്ല. അവസാനം നമ്മൾ പുറത്തിറക്കി. അങ്ങനെ വിശക്കുന്നുമുണ്ട്. കഴിച്ചിട്ടില്ല വലിയ കാര്യമായിട്ടൊന്നും. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയേക്കുവാണ്. നല്ല കാറ്റ്. എടാ മഞ്ഞ് പോണോക്കിയടാ. എവിടെ നോക്കി. നമ്മുടെ അങ്കമാലി ടൗണില് സൈഡിലെ കുറെ ചുറ്റിക്കടകളില്ലേ, അതേപോലെ ഹൗസ് ഓഫ് ഇന്ത്യ. ഓ മൈ ഗോഡ്. അയ്യോ അയ്യോ എന്റെ മനം നിറഞ്ഞു. ഹൗസ് ഓഫ് ഇന്ത്യ, ഹൗസ് ഓഫ് ഇന്ത്യ. അയ്യോ എത്ര മണിക്കാ തുറക്കണേന്ന് ചോദിച്ചേ? അയ്യോ എന്നാലും കുഴപ്പമില്ല. ഇന്ത്യന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേ എന്റെ വിശപ്പും പോയി, വയറ് നിറഞ്ഞു. ഇവിടെ കടകളൊക്കെ തുറന്നു വരുന്നേ ഉള്ളതെന്ന് തോന്നല്ലേ. അതും ക്ലോസ്ഡ്. അവിടെ ഒരാൾ പൈസ നിറയ്ക്കുന്നു. മാഡത്തിന് വേണ്ടിയ മാഡത്തിനുള്ള സംഭവം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്താ ഈ ഹോട്ടലിൻ്റെ അടുത്തുള്ള സ്ഥലത്തിലൂടെ തേരാപ്പാര നടക്കുന്നു. ആ ഇന്ത്യൻ കട 1 മണിക്ക് ഇവിടെ ഈ സൈഡ് എവിടെയെങ്കിലും പോയി നോക്കണം. ഈ സൈഡ് പോയി നോക്കണം. ആദ്യം കണ്ട ഇന്ത്യൻ കട 1 മണിക്ക്
തുറക്കോളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ വേറൊരു ഇന്ത്യൻ കടയിൽ കയറി. ഇവിടെ കയറിയാണ്. അപ്പോൾ ഇവർ കഴിക്കണം എന്നിട്ട് കുഴപ്പമില്ലാത്ത ഭക്ഷണമാണെന്ന് തോന്നല്ലോ. ഇവർ കഴിക്കുന്ന ഇത് നമ്മുടെ റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നുന്നല്ലോ അല്ലേ? ആ, രണ്ടാമതൊരു ഇന്ത്യൻ കടയിൽ കയറിയിട്ട് അതവർ 11:30 തുറക്കുള്ളൂ. ഇവിടെ 10 മണിയായി സമയം. ഇവളോട് ആവശ്യമില്ലാത്ത രാവിലെ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പേരുകളൊന്നും പറയരുത് കേട്ടോ. ആ സാധനം ഞാൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തല തിന്നും. വീട്ടിലെ പോലെ ടപടപയെന്ന് DOS ഒന്നും ചൂടാൻ പറ്റില്ല. അതുകൊണ്ട് ആ വാക്കുകൾ സൂക്ഷ്യം കണ്ടും പ്രയോഗിച്ചോളുക. ഞങ്ങൾ അവസാനം തിരിഞ്ഞ് ഞങ്ങൾ നിൽക്കുന്ന ഹോട്ടലിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു. അവിടെ നല്ല പൂരിയൊക്കെ ഉണ്ടായിരുന്നു. എടുത്തു 10:30 വരെ ബ്രേക്ക്ഫാസ്റ്റിന് ഉള്ളപ്പോൾ 10:15 15 മിനിറ്റിനുള്ളിൽ ടപ്പ തിന്നണം. ഏസ് കഴിക്കേ ഇഷ്ടമായാ? ഇത് അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂടാ. അമ്മ ഇത് ഭയങ്കര ചൂടാറിയിട്ട് തരാട്ടോ. ഗ്ലാസ്സിൽ തരാം. ഓക്കെ ഓക്കെ. അത് ഏസിൽ. ഓക്കെ, അതാണ് ഏസിലെ. ടേസ്റ്റി.